ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് MEDC. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ 1 കൺസെപ്റ്റ് ഓഫ് DC ലോഡ് ലൈൻ ആൻഡ് ക്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് DC ലോഡ് ലൈൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ this emitter is common to both base and collector. അതുപോലെ തന്നെ നമ്മൾ ബേസിലായിരിക്കും ഇൻപുട്ട് ഫെഡ് ചെയ്യുന്നത്, കളക്ടറിന് അക്രോസ് ആയിരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത്. എമിറ്റർ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ബേസ് ആൻഡ് കളക്ടർ. അപ്പോൾ ഇതിനകത്ത് DC ലോഡ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ ഇൻപുട്ടൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, DC കണ്ടീഷൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ലൈനിനെ നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഡ് ലൈന് നമ്മൾ AC ലോഡ് ലൈൻ അങ്ങനെ ഒരു ലോഡ് ലൈനും കൂടെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ സെഷനിൽ വി വിൽ ബി എക്സ്പ്ലെയിനിങ് അബൌട്ട് DC ലോഡ് ലൈൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്കൊരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഷോ ചെയ്തിരിക്കുന്നതാണ് ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്. ഇപ്പം ഈ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കളക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ആണ്. അതുപോലെ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട് ഔട്ട്പുട്ടിൽ, ദാറ്റ് ഈസ് VCE. ഓക്കെ, ഇപ്പം ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ അതിന് ഇൻപുട്ട് വോൾട്ടേജും കറണ്ടും ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഔട്ട്പുട്ട് കറണ്ട് ദറ്റ് ഈസ് IC. ഓക്കെ, IC എലോങ് Y ആക്സിസ് ആൻഡ് VCE, ദിസ് VCE എലോങ് X ആക്സിസ്. അങ്ങനെ എടുത്ത് നമ്മൾ ഡിഫറൻറ്റ് IB വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ DC ലോഡ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ, ദാറ്റ് ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിൽ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യും. ഓൺലി കൺസിഡറിങ് ദ DC condition, no AC signal is applied, so that line is called as DC load line. ഇനി അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് 3 റീജിയൻസ് ഉണ്ട്. അതായത് ഇവിടെ IB ഈക്വൽ ടു 0. ഓക്കെ, ദിസ് ലൈൻ IB ഈക്വൽ ടു 0. അതിന് താഴോട്ടുള്ള റീജിയന് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയും. കട്ട് ഓഫ് റീജിയൻ്റെ കേസിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനും അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷനും രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ റീജിയനാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ പിന്നെ IC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇനി അടുത്ത ഒരു IB വാല്യൂ 20 mu ആംപിയർ നോക്കുമ്പോഴും ഫസ്റ്റ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഓരോ കണ്ടീഷൻ എടുക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും? നമ്മളുടെ കറണ്ട് IC ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പോയിൻ്റ് വെച്ച് നമ്മൾ എടുക്കുന്നൊരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനാണ് നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഗ്രാഫിനും കറസ്പോണ്ടിങ് ആയിട്ട് നീ വോൾട്ടേജ് ഉണ്ട്. നീ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം വരെയാണോ നമ്മളുടെ IC കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ പോയിൻ്റ്, അപ്പോൾ ആ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് പോർഷൻ, ഓക്കെ, ഇങ്ങോട്ടുള്ള പോർഷൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ, ആ പോർഷനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ലൈൻ, ഈ 2 ലൈൻ ഉണ്ടല്ലോ ഇപ്പോൾ വരച്ചിരിക്കുന്ന കട്ട് ഓഫും സാച്ചുറേഷനും, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റീജിയനാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാച്ചുറേഷൻ്റെ കേസിൽ ഇത് 2 ജംഗ്ഷൻ, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. സാച്ചുറേഷൻ കണ്ടീഷനിലും കട്ട് ഓഫ് കണ്ടീഷനിലും നമ്മൾ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം. അതായത് ആക്റ്റീവ് റീജിയൻ ഉണ്ട്, ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്യൂ പോയിൻ്റ് എന്നുള്ള പോയിൻ്റ് ഉണ്ട്, അതിനെ ക്യുസൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ ക്യൂ പോയിൻ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട്
ഔട്ട് ചെയ്യുന്നത് എന്ത് വരച്ചിട്ടാണ്? ഈ DC ലോഡ് ലൈൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ആ ക്യൂ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്യൂ പോയിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യാനുള്ള ക്യുസൻ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ക്യൂ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഇതിനകത്ത് DC ലോഡ് ലൈൻ വരയ്ക്കണം. ഓക്കെ, ആ DC ലോഡ് ലൈനിന് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് ഡ്രോ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VCE വേഴ്സസ് IC ആണ്. ഇത് രണ്ട് എന്ത് പാരാമീറ്ററാണ്? നമ്മളുടെ ഔട്ട്പുട്ട് പാരാമീറ്ററാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ DC ലോഡ് ലൈനാണ്, അതിൻ്റെ കണ്ടീഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഗറേഷനില്ലേ, ഇപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനകത്ത് ദിസ് ഈസ് VCC. So we will write the KVL equation of collector side. We will write the KVL equation for collector side. അപ്പോൾ നമുക്ക് ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. y = mx + c ആണ്. m എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ലൈൻ എന്ത് വരും? ഇങ്ങനെ പോസിറ്റീവ് സ്ലോപ്പിൽ വരും. എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് വരുവാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പിൽ വരും. ഓക്കെ, ഇത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നമുക്കൊരു ലൈനാണല്ലോ ഇവിടെ ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വി വിൽ റൈറ്റ് ദ KVL ഇക്വേഷൻ ഓഫ് കളക്ടർ. അപ്പം KVL ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ഈ കളക്ടർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്ട് ഈ ഒരു പോർഷനാണ് കളക്ടർ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ VCC ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. അപ്പോൾ ഈ ഒരു ലൂപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു RC റെസിസ്റ്റർ ഉണ്ട്. അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ആണ്. സോ ഡ്രോപ്പ് അക്രോസ് ദാറ്റ് RC വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IC/RC എന്ന് എഴുതാം. പ്ലസ് എന്തുണ്ട്? ഇവിടെ ഔട്ട്പുട്ടിലൊരു VCE ഉണ്ട്. ഓക്കെ, VCE നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. VCC = IC/RC + VCE എന്നൊരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നമുക്ക് ICയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ ടേമിൽ IC മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ RC ടേമിന് എല്ലാ ടേമും കൊണ്ടും RCനെ ഡിവൈഡ് ചെയ്യും. അപ്പം ഈ ടേമിൽ IC/RC/RC എന്ന് പറയുമ്പോഴത്തേക്ക് IC മാത്രം വരും. നെക്സ്റ്റ് അതാ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ഡിവൈഡിങ് ഓൾ ടേംസ് ബൈ RC in order to get IC. So ഫസ്റ്റ് ടേമിൽ എന്തുവരും? VCC/RC ഈക്വൽ ടു ഇവിടെ IC/RC/RC. അപ്പം RC ക്യാൻസൽ ചെയ്ത് പോയി IC കിട്ടും. പ്ലസ് ഇവിടെ VCE ഡിവൈഡഡ് ബൈ ദിസ് RC എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ICയുടെ എക്സ്പ്രഷൻ ആണല്ലോ വേണ്ടത്. ICയുടെ എക്സ്പ്രഷൻ എന്ത് വരും? IC ഈക്വൽ ടു ഈ ടേമിനെ അങ്ങ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് വരും? -1/RC × VC എന്ന് എഴുതാമല്ലോ. ഓക്കെ, VCE. ഈ VCE/RC ഈ സൈഡിൽ പോകുമ്പോഴത്തേക്ക് -VCE/RC വരും. അതിന് നമ്മൾ -1/RC × VCE എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ടേമുണ്ട് ഇതിനകത്ത്? ഈ ഒരു ടേം എന്ത് വരും? VCC + RC വരും. പ്ലസ് VCC/RC വരും. ഓക്കെ, ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? നമുക്ക് ICയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ ICനെ റൈറ്റ് സൈഡിലിട്ടിട്ട് VCC/RCനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? VCC/RC ഉണ്ട്. ഈ ടേം ഇപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് -VCE/RC. അതിനെ ഈ ഒരു ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇത് നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, y = mx + c, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ m എന്തെന്ന് കിട്ടും? m = -1/RCയും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് c ഉണ്ടല്ലോ, c = ഏത് കിട്ടും? ദിസ് VCC/RC എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലൈൻ്റെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ലൈൻ്റെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/RCയും അതുപോലെ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് VCC/RC ആക്കി. ഇതുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഇത് y എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ആണ്, m എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/RC ആണ്, c എന്ന് വെച്ച് കഴിഞ്ഞാൽ VCC/RC ആണ്. അപ്പോൾ ഇതിന് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്ത്? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് സ്ലോപ്പുള്ള ലൈനായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയ എന്താണ്? ഇപ്പോൾ കോമൺ എമിറ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എക്സ് ആക്സിസിൽ വി സി ആണ്, വൈ ആക്സിസിൽ ഐ സി ആണ്. അപ്പം നമുക്ക് ഒരു ഐ സിയുടെ എക്സ്പ്രഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇങ്ങനൊരു ലൈൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനകത്ത് ഈ ഒരു ക്രോസിംഗ് പോയിൻറ്റും ഈ ഒരു ക്രോസിംഗ് പോയിൻറ്റും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മളുടെ കറസ്പോണ്ടിങ് ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഡി സി ലോഡ് ലൈൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എ സി സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഡി സി കണ്ടീഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കിട്ടിയ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഐ സി ഈക്വൽ ടു -1/RC വി സി പ്ലസ് വി സി സി ബൈ ആർ സി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ 2. ഇനി നമുക്ക് ഇതിനകത്ത് ഈ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പം എന്തായിരിക്കും? എക്സ് ആക്സിസിൽ വാല്യൂ ഉണ്ട്, വൈ ആക്സിസ് 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൈ ആക്സിസ് എക്സ് ആക്സിസ് 0, വൈ ആക്സിസിൽ വാല്യൂ ആണ്. ഓക്കെ, ഈ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേസ് 1 ആയിട്ട് എടുത്ത് കേസ് 1 നമ്മൾ എന്ത് ചെയ്തു? ടേക്ക് ഐ സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതാണ് നമ്മളുടെ വി സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഐ സി ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഐ സി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു എന്ത് വരും? -1/RC ഇൻറ്റു വി സി പ്ലസ് വി സി സി ബൈ ആർ സി എന്ന് കിട്ടും. ഇത് ഇപ്പുറ സൈഡ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്ത് വരും? അപ്പം വി സി ബൈ ആർ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് വരും. അപ്പോൾ ആർ സിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇൻ എഫക്റ്റ് എന്ത് കിട്ടും? വി സി സി ഈക്വൽ ടു വി സി ഇ അറ്റ് കണ്ടീഷൻ എന്താ? ഐ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മളുടെ ഈ ഒരു പോയിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് രണ്ടും 0 ആണ്. അപ്പോൾ ഐ സി 0 വരുന്ന കേസിൽ, ഓക്കെ, ഐ സി 0 വരുന്ന ദിസ് ഈസ് ഐ സി മീൻസ് വൈ ആക്സിസ് 0 വരുന്ന കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? ഈ വി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗോട്ട് ഇറ്റ് ആസ് വി സി സി. ഓക്കെ, അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം? നമുക്ക് വി സി സി 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ അന്ന് മനസ്സിലായി, നെഗറ്റീവ് സ്ലോപ്പാന്ന് മനസ്സിലായി. ഇനി ഈ രണ്ട് പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഐ സിയുടെ വാല്യൂ 0 എന്ന് കൊടുത്തു. 0 എന്ന് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? വി സി സി ഈക്വൽ ടു വി സി, അതായത് ഇതാണ് നമ്മുടെ വി സി എന്ന് പറയുന്നത്. അത് വി സി സിക്ക് ഈക്വലായിട്ട് വന്ന് എവിടെ വന്നത്? അതിൻ്റെ കേസിൽ ഐ സി 0. ഓക്കെ, ഐ സി എന്ന് വെച്ചാൽ ഈ വൈ ആക്സിസ്. ഇപ്പം വൈ ആക്സിസ് 0, എക്സ് ആക്സിസിൻ്റെ വാല്യൂ വി സി സി എന്ന് കിട്ടി. നമുക്ക് ഒരു പോയിൻ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ദ സെക്കൻഡ് പോയിൻ്റ്. അതിന് നമ്മൾ കേസ് 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. കേസ് 2. അപ്പം കേസ് 2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് 0 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ എക്സ് ആക്സിസ് 0, എക്സ് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വി സി ഇ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്തിലേക്കാണ്? നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനിൽ വി സി ഇ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പം ഇതിനകത്ത് ഈ വി സി ഈ ടേം 0 ആയിട്ട് വരും. ബാക്കി എന്ത് വരും? ഐ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻ കിട്ടി. ഐ സിയുടെ വാല്യൂ എന്താ? വി സി സി ബൈ ആർ സി അറ്റ് വി സി ഈക്വൽ ടു 0. അപ്പം വി സി 0 ദാറ്റ് ഈസ് എക്സ് 0. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടി? നമ്മളുടെ ഐ സിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി സി ബൈ ആർ സി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റ് കിട്ടിയില്ലേ? ഈ പോയിൻ്റ് എന്താണ്? ഐ സി 0യും മറ്റേത് വി സി സി ബൈ ആർ സിയും. ദിസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി 0യും ഐ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സിയും. ദിസ് പോയിൻ്റ് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി സി ഈക്വൽ ടു വി സി അറ്റ് ഐ സി ഈക്വൽ ടു 0യും കിട്ടി. അപ്പോൾ ഇതാണ് ഈ ഒരു ലൈനെയാണ് നമ്മൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഡി സി ലോഡ് ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്? നമ്മളുടെ ക്യൂ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ഡി സി ലോഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡി സി ലോഡ് ലൈൻ. നോ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ആൻഡ് ഹെൻസ് ദ നെയിം ഡി സി ലോഡ് ലൈൻ. അപ്പം നമ്മളിനി നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി കോൺഫിഗറേഷൻ്റെ ഡി സി ലോഡ് ലൈൻ വരച്ചു. ഇനി നമുക്ക്
അതിനകത്ത് ക്യൂ പോയിൻ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്യൂ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ അറിയാം, ഇതിനകത്ത് ഒരു DC ലോഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈനായിരിക്കും വരുന്നത്. അതിൽ നമ്മൾ ആക്റ്റീവ് റീജിയനിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, ക്യൂ പോയിൻ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് IB വാല്യൂസ് ഉണ്ട്. അപ്പം IBയുടെ എക്സ്പ്രഷൻ വേണം. ഓക്കെ, ഡിഫറെൻറ്റ് IB വാല്യൂസ് ഉണ്ട്. അപ്പോൾ IBയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ IBയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇൻപുട്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, വിൽ ബി കൺസിഡറിങ് ദിസ് ഇൻപുട്ട് ലൂപ്പ്. ഇപ്പോൾ ഈ ഒരു ഇൻപുട്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന ഇത് ദിസ് ഈസ് VBB. ഓക്കെ, അപ്പോൾ എന്ത് വരും, VBB ഈക്വൽസ് ദിസ് ഈസ് ബേസ് റെസിസ്റ്റർ RB, അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IB. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VBE വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊരു VBB ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് IB RB പ്ലസ് ദിസ് VBE എന്ന് വരും. ഓക്കെ, ദിസ് VBE നമ്മളിവിടെ IB ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം ഇവിടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ ഏത് പോയിൻ്റാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി IBയുടെ എക്സ്പ്രഷൻ വേണം. സോ വി റൈറ്റ് ദ ലൂപ്പ് ഇക്വേഷൻ ഓഫ് ഇൻപുട്ട് സൈഡ്. അപ്പോൾ അവിടെ VBB ഈക്വൽ ടു IB RB പ്ലസ് VBE എന്ന് വന്നു. അതിൽ നിന്ന് നമുക്ക് IBയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ IBയുടെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, VBB മൈനസ് VBE ഈക്വൽ ടു IB RB എന്ന് എഴുതാം. അതിൽ നിന്ന് IB ഈക്വൽ ടു എന്ത് വരും, അങ്ങ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് VBB മൈനസ് VBE ഡിവൈഡഡ് ബൈ RB എന്ന് വരും. ഓക്കെ, അപ്പം VBE എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി 0.7 വോൾട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം ദ എക്സാക്ട് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് വിൽ ലൈ അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു കേർവ്സ്. അതായത് CE ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിലായിരിക്കും എന്ത് വരുന്നത്, ഈ ക്യൂ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ഇതുപോലത്തെ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് വാല്യൂസിൽ നമ്മൾ ഓൾറെഡി സാച്ചുറേഷനും കട്ട് ഓഫും പറഞ്ഞ് ആക്റ്റീവ് റീജിയനിൽ ഈ IBയുടെ വാല്യൂ കറസ്പോണ്ടിങ് ടു VBB മൈനസ് VBB ബൈ RB, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ റീജിയൻ, അതായത് DC ലോഡ് ലൈനും നമ്മളുടെ CE ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഇൻ്റർസെക്ഷൻ റീജിയനിലായിരിക്കും ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യൂ പോയിൻ്റിൻ്റെ അനദർ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുസെൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഈ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയൻ ഉണ്ടല്ലോ, നമ്മളിപ്പം പറഞ്ഞ ആക്റ്റീവ് റീജിയൻ, അതിൽ DC ലോഡ് ലൈനിൻ്റെ സെൻട്രലായിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് പോയിൻ്റിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ക്യൂ പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ആംപ്ലിഫിക്കേഷൻ കിട്ടും, അതുപോലെ ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ടും കിട്ടും. അപ്പം ഇതിനകത്ത് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് കൺസെപ്റ്റ് ഓഫ് DC ലോഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ICയുടെ ഒരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നിട്ട് അപ്പോൾ അതിനകത്ത് സ്ലോപ്പ് നെഗറ്റീവായിട്ട് വരുന്നതെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ആ രണ്ട് പോയിൻറ്റ്സ് കേസ് 1 കേസ് 2 ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അതാണ് ആ ലൈനെയാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ AC ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ആ DC ലോഡ് ലൈൻ എന്ന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ ഓഫ് IC VC ആണ്. അങ്ങനെ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ആക്യുറേറ്റുള്ള എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ ലൂപ്പ് എടുത്തിട്ട് IBയുടെ എക്സ്പ്രഷൻ എഴുതി. അപ്പം IBയുടെ കേർവും നമ്മൾ DC ലോഡ് ലൈനും ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് സെൻറ്റർ ഓഫ് DC ലോഡ് ലൈൻ ആയിരിക്കും നമ്മൾ ക്യൂ പോയിൻ്റായിട്ട് സെറ്റ് എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് ഓഫ് DC ലോഡ് ലൈൻ ആൻഡ് ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കറിയാം വേരിയസ് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് ഈ ക്യൂ പോയിൻ്റ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കളക്ടർ കറണ്ട് ചേഞ്ച് ആവും. അപ്പം അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ക്യൂ പോയിൻ്റ് ചേഞ്ച് ആവും. അപ്പം നമ്മൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സ്റ്റെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മൾ ഫിക്സഡ് ബയാസ് ടെക്നിക്ക്, അതുപോലെ കളക്ടർ ടു ബേസ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡ് ബയാസ്, ഇതെല്ലാം നമ്മൾ ഈ ക്യൂ പോയിൻ്റ്
സെറ്റ് ചെയ്യാന്നുള്ളതിനുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റിങ്സ് DC കണ്ടീഷൻസ് എടുക്കണം. അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയസിങ് എന്ന് പറയുന്നത്. അപ്പം ബയസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു സിഗ്നൽ ബേസിലേക്ക് കൊടുക്കുന്നത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.